ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരളൻ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ പങ്കെടുക്കുക എന്നത് എൻ്റെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു. എന്നാൽ എനിക്ക് ഇതുവരെയും മാധവനെയും കിങ്ങിണിയെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിരുന്നില്ല. അമ്പലത്തിൽ അവരെ ഒരുക്കിയെത്തിയപ്പോൾ ധാരാളം കടുകുമണികൾ കൃഷ്ണൻ്റെ രാധയുമായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് കണ്ടു. കുട്ടികളെല്ലാം വളരെ എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലിലുമാണ്. കൃഷ്ണനാവുക എന്നത് ചില്ലറ കാര്യമല്ല. അലങ്കാരപ്രിയനാണ് കൃഷ്ണൻ. ആടയാഭരണങ്ങളും മാലയും കമ്മലും എല്ലാം കൊണ്ടും അവർ സുന്ദരനായിട്ടുണ്ട്. രാധയെ ഒരുക്കുന്നതിലുള്ള പണിപ്പുരയിലായിരുന്നു ഞാൻ ആദ്യം കയറിയത്. എൻ്റെ ഈ കിങ്ങിണി രാധയ്ക്ക് അവൾ പറയുന്ന രീതിയെ ഇഷ്ടമാവുകയുള്ളൂ. എല്ലാതും അവളുടെ ചോയ്സിനനുസരിച്ചാണ് ഞാൻ ചെയ്തു കൊടുത്തത്. ഇതിനു വേണ്ടി പുതുതായൊന്നും ഞാൻ പ്രത്യേകിച്ച് വാങ്ങിയില്ല. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാനിവരെ ഒരുക്കിയത്. കൃഷ്ണൻ്റെ കാര്യത്തിൽ ധാരാളം സാധനങ്ങളുടെ കുറവ് എനിക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും എൻ്റെ ഷോള് കൊണ്ടും മറ്റു സാധനങ്ങൾ കൊണ്ടും കിങ്ങിണിയുടെ മാലകൾ കൊണ്ടുമൊക്കെ അവൻ്റെ ആ കുറവുകൾ പരിഹരിച്ചു. പുരികനെഴുതുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഞാനത് ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു. ഞാൻ എന്ത് ചെയ്താലും അതിനുശേഷം കിങ്ങിണിയുടെ ഓരോ ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് സാങ്ഷൻ കിട്ടിയാൽ മാത്രമേ അടുത്ത പരിപാടിയിലേക്ക് അവൾ സമ്മതിക്കുകയുള്ളൂ. എൻ്റെ കലാവിരുദ്ധ മുടിയിൽ കാട്ടി കൊളമാക്കണ്ടെന്ന് കരുതി ഞാൻ വളരെ സിമ്പിളായിട്ടാണ് മുടി കെട്ടിയത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ഇതുപോലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു പട്ടുപാവാട മാത്രമായിരുന്നു. പിന്നീട് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും ഷോളും മറ്റു സാധനങ്ങളും ഒക്കെ ഒപ്പിച്ച് അങ്ങ് പോകും. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരു തവണയാണ് ഈ റാലിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഘോഷയാത്രയോടെ ഞങ്ങൾ എത്തിച്ചേർന്നത് ഇടക്കൊച്ചി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. ഒരു ജനസാഗരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും അധികം ആളുകൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒത്തുചേരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും. അമ്പലം വലം വെച്ച് അകത്ത് കയറി. നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം ഇവിടെ. ഒടുവിൽ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴിൽ പുറത്തിരുന്നു.
അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങിയപ്പോഴാണ് കാശിയെ കണ്ടത്. റാലിയിൽ കുറേ പരിധിയെങ്കിലും അവനെ ഇപ്പോഴാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും തിരികെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. കുട്ടി കുട്ടി യാത്രകളും വിശേഷങ്ങളും ഒക്കെയായി ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.